ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളിനൊരുക്കമായിട്ടുള്ള 9 ദിവസത്തെ പ്രാർത്ഥനകളിൽ ഇന്ന് 7ാമത്തെ ദിവസമാണ്. ഓരോ പ്രഭാതത്തിലും 9 പ്രഭാതത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥന ആദ്യത്തെ ദിവസം നമ്മൾ ഷെയർ ചെയ്തതാണല്ലോ. നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും അത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേരെങ്കിലും എന്നോട് വിളിച്ചു ചോദിക്കുന്നു, ഏതാണ് ഈ പ്രാർത്ഥന എന്ന്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലാം. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ഇന്ന് ചൊല്ലേണ്ട പ്രാർത്ഥനയും ചൊല്ലാം. ഈ 9 പ്രഭാതങ്ങളിൽ നാം ചൊല്ലിയിരുന്ന പ്രാർത്ഥന: ഓ വിശുദ്ധനായ യൗസേപ്പ് പിതാവേ, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ അങ്ങയുടെ സംരക്ഷണവും ഏറ്റവും മഹനീയവും ശക്തവും യോഗ്യവുമാണല്ലോ. ഞങ്ങളുടെ എല്ലാവിധ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അങ്ങയിൽ അർപ്പിക്കുന്നു. ഓ വിശുദ്ധനായ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ശക്തിമത്തായ മാധ്യസ്ഥം വഴി എന്നെ സഹായിക്കണമേ. അങ്ങയുടെ വളർത്തുപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലൂടെ എല്ലാവിധ ആത്മീയ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അങ്ങനെ അവിടുത്തെ സ്വർഗീയ ശക്തിക്ക് കീഴിലാക്കപ്പെടുമ്പോൾ അങ്ങയോടുള്ള നന്ദിയും സ്തുതിയും എന്നിൽ നിറയുമാറാകട്ടെ. ഓ വിശുദ്ധനായ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ കൈകളിൽ ഉണർന്നിരുന്ന് അങ്ങയോടും ഈശോയോടും ധ്യാനിക്കുമ്പോൾ എനിക്കൊരിക്കലും തളർച്ചയുണ്ടാകുന്നില്ല. അങ്ങയുടെ ഹൃദയത്തിനരികിൽ കർത്താവായവൻ വിശ്രമിക്കുമ്പോൾ അങ്ങയെ സമീപിക്കുവാൻ ഞാൻ ഭയപ്പെടുന്നുമില്ല. എനിക്ക് വേണ്ടി ഈശോയോട് നിർബന്ധിക്കുക. എനിക്ക് വേണ്ടി അങ്ങ് അവിടുത്തെ ശിരസിൽ ചുംബിക്കുക. എൻ്റെ മരണനേരത്ത് ആ ചുംബനം എനിക്ക് തിരിച്ചു തരുവാൻ പറയുക. വിശുദ്ധനായ യൗസേപ്പ് പിതാവേ, വിടുതി കൊള്ളുന്ന ആത്മാക്കളുടെ പരിപാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇതായിരുന്നു 9 പ്രഭാതങ്ങളിൽ ചൊല്ലുവാനുള്ള പ്രാർത്ഥന. യേശുക്രിസ്തുവിൻ്റെ 50ാം വർഷത്തിലാണ് ഈ പ്രാർത്ഥന രൂപം കൊണ്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നും 1505 ചാൾസ് ചക്രവർത്തി യുദ്ധത്തിന് പോകുന്ന വേളയിൽ മാർപ്പാപ്പ ഈ പ്രാർത്ഥന അയച്ചു കൊടുത്തിരുന്നു. ഈ പ്രാർത്ഥന വായിക്കുകയോ കേൾക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവർക്ക് ആകസ്മിക മരണം സംഭവിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യവും അന്ന് പറഞ്ഞിരുന്നു. ഒന്നാമത്തെ കാര്യം, യൗസേപ്പ് പിതാവിനോടുള്ള നിങ്ങളുടെ അപേക്ഷകൾ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക. കഴിയുന്നതും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുക. അൾത്താരയിലോ യൗസേപ്പ് പിതാവിൻ്റെ പേരിലുള്ള പള്ളിയിലോ വെച്ചും ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സ്വർഗീയ സംരക്ഷനായും മധ്യസ്ഥനായും കരുതി വിശുദ്ധ യൗസേപ്പ് പിതാവിൽ ഉറച്ച് വിശ്വസിക്കുക. മൂന്നാമത്തെ, യൗസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന വരദാനങ്ങൾക്ക് അദ്ദേഹത്തോട് നന്ദി പ്രകാശിപ്പിക്കുക. അങ്ങനെ നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരാൾക്ക് കൂടുതൽ വരദാനങ്ങളും അനുഗ്രഹങ്ങളും ലഭ്യമാകുന്നു. ഇതാണ് നമ്മൾ 9 പ്രഭാതങ്ങളിൽ ചൊല്ലാൻ തുടങ്ങിയിരുന്ന പ്രാർത്ഥന. ഇന്ന് 7ാം ദിവസമാണ്. നാളെ 8ാം ദിവസം, മറ്റന്നാൾ 19ാം തീയതി യൗസേപ്പ് പിതാവിൻ്റെ മരണ ദിവസം. അന്ന് നമ്മൾ 9ാം ദിവസം ഈ പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കണം. ഇന്ന് പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട പ്രാർത്ഥന തിങ്കളാഴ്ച ദിവസം. ഇത് ചാവറ പിതാവ് പരിഭാഷപ്പെടുത്തിയെടുത്ത പ്രാർത്ഥനയാണ്. തിങ്കളാഴ്ച ദിവസം ചൊല്ലേണ്ടത്: മനുഷ്യനായി പിറന്ന കർത്താവിൻ്റെ ജനനിയായ ദൈവമാതാവിനെ പൂജ്യമായി വണങ്ങി മഹാഭക്ഷത്തോടുകൂടെ സഹായിച്ചു വന്ന സ്നേഹനിധിയായ മാറിയ യൗസേപ്പെ, അങ്ങയെ സേവിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവമാതാവിനോടുള്ള ഭക്തി വണക്കങ്ങളുടെ മാതൃകയെ ഞങ്ങൾക്ക് കാണിച്ചു തന്നുവല്ലോ. ഈ പരിശുദ്ധ മാതാവിൽ മനുഷ്യർ എല്ലാവരും ഭക്തിയായിരിക്കാൻ അനുഗ്രഹം ചെയ്തരളണമേ. ആമേൻ. ഈശോ. നന്മ നിറഞ്ഞ മാറിയ യൗസേപ്പെ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ മനുഷ്യരിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. അങ്ങേ വളർത്തുമകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മാറിയ യൗസേപ്പെ, ദൈവകുമാരൻ്റെ വളർത്തു പിതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നത്തെ സുഹൃത്ത് ജപം: രാജ്ഞിയായ ദൈവമാതാവിനെ വിവാഹം ചെയ്ത രാജാവായ മാറിയ യൗസേപ്പെ,
അങ്ങേക്ക് സ്തോത്രം. മോക്ഷരാജ്ഞിയായ ദൈവമാതാവിനാൽ ശുശ്രൂഷിക്കപ്പെട്ട പിതൃപിതാവായ മാറിയൗസേപ്പെ, അങ്ങേക്ക് പുകഴ്ച. പരലോകനാഥനാൽ ആചരിക്കപ്പെട്ട മാറിയൗസേപ്പെ, അങ്ങേക്ക് വണക്കം. ഇന്ന് അഗ്രതായിലെ ദേവദാസിയായ മേരിയോടുള്ള പരിശുദ്ധ മാതാവിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. മഹോന്നതനായ ദൈവം എൻ്റെ പാവന വല്ലഭന് നൽകിയിട്ടുള്ള വിശേഷ അധികാരങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും സർവശക്തനുമായും ഞാനുമായുള്ള അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥതയുടെ ശക്തിയെക്കുറിച്ചും ലോകമക്കൾ അജ്ഞരാണ്. എന്നാൽ എൻ്റെ മകളെ, സ്വർഗത്തിൽ കർത്താവിൻ്റെ അരികിൽ അദ്ദേഹം ഏറ്റവും അടുപ്പമുള്ളവനാണെന്ന് ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു. ദൈവത്തിൻ്റെ വിധിനാളിൽ പാപികളിൽ നിന്നും ശിക്ഷ ഇളവു ചെയ്യാൻ തക്ക മഹനീയ ശക്തി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ലോകമക്കൾ അറിയുന്നില്ല. ഓരോ പരീക്ഷണങ്ങളിലും വിസ്തയൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടുക. എന്തുകൊണ്ടെന്നാൽ എൻ്റെ വല്ലഭൻ ചോദിക്കുന്നത് എന്തായാലും അത് സ്വർഗീയ പിതാവ് കനിഞ്ഞു നൽകും. വിസ്തയൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥതയിൽ ലഭിക്കുമായിരുന്ന രക്ഷ എത്രമാത്രം ശകതവും ഫലദായകവുമാണെന്ന് തിരിച്ചറിയാതെ പോയതിൽ ശിക്ഷിതർ അന്ത്യവിധി നാളിൽ വിലപിക്കും. നിത്യനായ വിധികർത്താവുമായി അങ്ങേയറ്റം സൗഹൃദം നേടാൻ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥതയാൽ സാധിക്കാത്തതിൽ ആഴത്തിൽ വിലപിക്കും. പ്രിയ കൂട്ടുകാരെ, അഗ്രതയിലെ മേരിയോട് പരിശുദ്ധ അമ്മ പറഞ്ഞ വാക്കുകളാണ് ഇവ കേട്ടോ. ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥതയിൽ ലഭിക്കുമായിരുന്ന രക്ഷ എത്രമാത്രം ഫലദായകമാണെന്ന് തിരിച്ചറിയാതെ പോയതിൽ ശിക്ഷിതർ അന്ത്യവിധി നാളിൽ വിലപിക്കും എന്നാണ് പറയുന്നത്. ഔസേപ്പിതാവിനെ ആശ്രയിച്ചിരുന്നുവെങ്കിൽ അവർ ആ ശിക്ഷയിൽ നിന്നും മോചനം ലഭിച്ചേനെ. എന്നാൽ ഔസേപ്പിതാവിനോടുള്ള ഈ ഭക്തി പലരും തിരിച്ചറിയാതെ പോകും എന്ന് തന്നെയാണ് പ്രവചനത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞത്. പ്രിയ കൂട്ടുകാരെ, നമുക്കെന്തായാലും ഇപ്പോഴേ തന്നെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടാം. അന്ത്യവിധി നാളിൽ ഒരുക്കത്തോടെ ആയിരിക്കാൻ വേണ്ടി മാറിയൗസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടണം. ഈ അവസാന കാലത്ത് അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. നമുക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ സഹായം നമുക്ക് യാചിക്കാം. വിശുദ്ധൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.